അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസയും സമൂഹവും, ഇതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. മദ്രസയും സമൂഹവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മദ്രസ സ്ഥാപിച്ചത് സമൂഹമാണ്. സമൂഹത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണത്. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തെ ധാർമ്മിക പാതയിൽ നയിക്കാനും മദ്രസക്ക് ബാധ്യതയുണ്ട്. മുഅല്ലിങ്ങളാണ് ഇത് നിർവഹിക്കേണ്ടത്. കുട്ടികൾക്ക് സഹപാഠികളിൽ നിന്ന് പഠിക്കാൻ കഴിയും. സാമൂഹ്യ ബോധവും സഹകരണ മനസ്ഥിതിയും വളർത്താൻ സാധിക്കും. കൂട്ടായ പ്രവർത്തനം പഠനത്തെ ക്ലേശരഹിതമാക്കും തുടങ്ങിയ മദ്രസ കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഒറ്റക്കുള്ള പഠനം കൊണ്ട് ഇവ ലഭിക്കില്ല. വിദ്യാലയത്തെ സമൂഹമായി ബന്ധിപ്പിക്കുന്നതിന് PTIയുടെ പ്രവർത്തനവും മറ്റു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഉപകരിക്കും. അധ്യാപക രക്ഷാകർതൃ സമിതി ഉണ്ടാവണം. വീടും വിദ്യാലയവും തമ്മിലുള്ള ബന്ധം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇമാം സർജി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക: യഹ്താജു ഫി തഅല്ലുമി ഇലാ ജിദ്ദിൻ സലാസത്തി അൻഫുസിൻ അൽ മുതഅല്ലിമു വൽ ഉസ്താദു വൽ അബൂന. പഠനത്തിൽ 3 പേരുടെ പരിശ്രമം ആവശ്യമാണ്. 1 വിദ്യാർത്ഥി, 2 അധ്യാപകൻ, 3 രക്ഷിതാവ്. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന PTIയുടെ പ്രസക്തി ഇവിടെയാണ്. ഇതിൻ്റെ പ്രസിഡന്റ് ഒരു രക്ഷിതാവായിരിക്കും. സദറാണ് സെക്രട്ടറി. ആണ്ടിൽ 2 തവണയെങ്കിലും ഇത് വിളിച്ച് ചേർക്കണം. മദ്രസയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും ഈ സമിതിയുടെ കീഴിൽ സംഘടിപ്പിക്കാൻ റിപ്പോർട്ടും വരവും ചെലവും കണക്കുകളും കൃത്യമായി സൂക്ഷിക്കണം. രക്ഷിതാക്കൾ അധ്യാപകരെ ബഹുമാനിക്കുകയും അവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അധ്യാപകർ കുട്ടികളെ സംബന്ധിച്ച ശരിയായ വിവരങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുകയും വിദ്യാലയ പ്രവർത്തനത്തിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടായി ശ്രമിച്ചാൽ കുട്ടികളുടെ നേർവഴിയിൽ നടത്താൻ പ്രയാസമില്ല. ഇപ്പോൾ മാതൃസംഗമങ്ങളും നടന്നു വരുന്നുണ്ട്. സമൂഹത്തിലെ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരെയും മദ്രസയുമായി ബന്ധപ്പെടുത്തണം. സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ വയോജന ക്ലാസുകൾ, മതപ്രസംഗ പരിപാടികൾ, മൊബൈൽ ലൈബ്രറി, ആരോഗ്യ ക്ലാസുകൾ, ഉമ്മമാർക്കുള്ള ക്ലാസുകൾ, മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, റിലീഫ് സഹകരണ സംഘം തുടങ്ങിയ പലതും മദ്രസ അധ്യാപകർക്ക് സമൂഹ പുരോഗതിക്ക് വേണ്ടി ചെയ്യാം. അധാർമിക പെരുകി വരുന്ന ഇക്കാലത്ത് ബോധവൽക്കരണ പരിപാടികൾ നിരന്തരമായി നടത്തൽ, നല്ലത് കൽപ്പിക്കുക, തിന്മകളൊക്കെ വേണ്ടി തടയുക എന്ന മതബാധ്യത അധ്യാപകർ നിർവഹിക്കണം. ഇതിനുവേണ്ടി മാസം തോറും വയോജന ക്ലാസുകളും ഇടയ്ക്ക് മതപ്രസംഗ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഉചിതമാണ്. വീടുകളിൽ കൊണ്ടുപോയി പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ മൊബൈൽ ലൈബ്രറിയും സഹായമാണ്. സമൂഹത്തിൻ്റെ നാനാവിധ പുരോഗതിക്ക് വേണ്ടി പല പരിപാടികളും അധ്യാപകർക്ക് നടത്താൻ കഴിയും. ആധുനിക ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഅല്ലിങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഇൻഷാ അല്ലാഹ് അധ്യാപകർ നല്ല നിലയിൽ സന്തോഷപൂർവ്വം മദ്രസയും സമൂഹവുമായി ഒത്തുചേർന്ന് നടത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് വേണ്ടത് അധ്യാപക രക്ഷാകർതൃ സമിതിയിൽ ചെയ്യാൻ ഒരു പ്രസംഗം തയ്യാറാക്കി വെക്കുക. നിങ്ങളുടെ മദ്രസകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാക്കുക. അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുക. അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.